അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചാണ്, ആ ശിക്ഷയുടെ കാരണങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ദുനിയാവിലെ ഖിസിയ് അഥവാ ദുനിയാവിലെ അപമാനം, ദുനിയാവിലെ ശിക്ഷ, നാളെ ആഖിറത്തിലെ ശിക്ഷ, രണ്ടും നൽകപ്പെട്ടു എന്ന് അള്ളാഹു പറയുന്ന ചില മുൻഗാമികളുടെ ചെയ്തികളെ സംബന്ധിച്ചും ഇപ്പോഴും അത്തരം തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അള്ളാഹു പ്രതിപാദിക്കുകയാണ്. അപ്പൊ അതിൽ കുറെ വിഷയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ ശിക്ഷയിൽ നിന്ന്, ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് അതിൻ്റെ വക്കിലെത്തിയിട്ട് രക്ഷപ്പെട്ട ഒരു കഥയാണ്. അതാരുടെ കഥയായിരിക്കും? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയുടെ കഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ, ആ സമൂഹത്തെ അവർ ആ ശിക്ഷയുടെ വക്കിലെത്തി എന്നാൽ മറ്റുള്ള മുൻ സമുദായത്തൊക്കെ പോലെ തന്നെ അവരും പ്രവാചകന്മാരെ ധിക്കരിച്ചു, അനുസരണക്കേട് കാണിച്ചു, അവര് തോന്നിയാസം ചെയ്തു, അതിക്രമികളായി ജീവിച്ചു. അപ്പോ എന്നാൽ മറ്റുള്ള സമുദായങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ ശിക്ഷിക്കപ്പെട്ടപ്പോ യൂനുസ് നബിന്റെ സമൂഹം അവര് അല്ലാഹു തആല ആ ശിക്ഷയുടെ വക്കിൽ നിന്നും അവരെ കാത്തു, സംരക്ഷിച്ചു. എന്തിനാണ് ഈ കഥ അള്ളാഹ് നമുക്ക് പറഞ്ഞു തരണത്? നമ്മളിലും ചില നിർബന്ധമായി ഉണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നമ്മളിലില്ല എങ്കിൽ നമ്മളും ഒരു പക്ഷേ ഇവിടെയും നാളെ ആഖിറത്തിലും ശിക്ഷിക്കപ്പെടാം, അപമാനത്തിനും ശിക്ഷക്കും വിധേയരാകാം. എന്നാൽ പലപ്പോഴും അതിൻ്റെ വക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോരും. അങ്ങനെ രക്ഷപ്പെട്ടു പോരാൻ നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണം എന്താണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സൂറത്ത് യൂനുസ് മറിക്കുക, 10-ാം അധ്യായം, സൂറത്ത് യൂനുസ്. അതിലെ 98-ാമത്തെ ആയത്ത് വായിക്കാം. 10-ാം അധ്യായത്തിലെ 98-ാമത്തെ ആയത്ത്. കണ്ടില്ല? വായിച്ചോളെ. ഫലൗല കാനത്ത്, ശ്രദ്ധിക്കാം, ഫലൗല കാനത്ത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ. ഏതെങ്കിലും ഒരു ഗ്രാമം, ഒരു രാജ്യം, ഖറിയത്ത്, ഒരു നാട്, ആ നാട് ഫലൗല കാനത്ത് ഖറിയത്തുൻ ആമനത്, ആ രാജ്യം, ആ നാട് വിശ്വാസം സ്വീകരിക്കുകയും
ഫനഫഅഹ ഈമാനുഹ, ആ രാജ്യത്തിന്, ആ നാടിന് ആ ഈമാൻ പ്രയോജനപ്പെടുകയും ചെയ്യാത്തത് എന്താണ്? ഒരു ചോദ്യമാണ്. അല്ലാഹ് ഫലൗല കാനത്ത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹ ഈമാനുഹ, ഏതെങ്കിലും ഒരു നാട് അത് വിശ്വാസം സ്വീകരിക്കുകയും വിശ്വാസം അതിന് പ്രയോജനപ്പെടുകയും ചെയ്യാത്തത് എന്താണ്? എന്താണ് പറഞ്ഞത്? ഈമാൻ തന്നെയാണ് ഒരു വ്യക്തിക്കാകട്ടെ, ഒരു കുടുംബത്തിനാകട്ടെ, ഒരു നാടിനാകട്ടെ, ഒരു രാജ്യത്തിനാകട്ടെ പ്രയോജനം ചെയ്യേണ്ടത്, പ്രയോജനപ്പെടേണ്ടത് ഈമാനാണ്. പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യം എന്താ അറിയോ? എല്ലാറ്റിൻ്റെയും പ്രയോജനങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കും. ഏതൊരു സാധനമാവട്ടെ, ഒരു ഡെസ്ക്, ഇതിൻ്റെ പ്രയോജനം എന്താണ്? ഈ ചാവിൻ്റെ പ്രയോജനം എന്താണ്? ഈ മൊബൈലിൻ്റെ പ്രയോജനം എന്താണ്? നമ്മൾ ഓരോന്നിൻ്റെയും പ്രയോജനങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കും, അല്ലേ? പക്ഷെ മനസ്സിലാകാതെ പോയത് ഈമാനിൻ്റെ പ്രയോജനം എന്താണ് എന്നതാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോയത്. ഈമാൻ കൊണ്ട് എന്ത് പ്രയോജനം എന്നതാണ്. ഈമാനിൻ്റെ പ്രയോജനങ്ങൾ എന്താണ് എന്ന് ഓരോന്നിങ്ങനെ നമ്പറിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാണ്ട്. ഈമാനിൻ്റെ പ്രയോജനങ്ങൾ, ഈമാൻ കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകും? ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന പ്രയോജനമാണ്, ആഖിറത്തിൽ കിട്ടുന്ന പ്രയോജനം. എന്നാൽ അവിടെ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും നമ്മൾ ഈമാൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ കിട്ടാണ്ട്. ഒന്നെന്താ, നിങ്ങൾ ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടല്ലോ, അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ആ സാധനം അവിടെ ഇല്ല, ഇത് കാണൂല്ലല്ലോ, ആ സാധനം ഇല്ല. ടെൻഷൻ ഉണ്ടോ? ഈമാനില്ല. ടെൻഷൻ ഉണ്ടോ? ഈമാനില്ല. ഏത് കാര്യത്തിൽ ടെൻഷൻ ഫ്രീ നമ്പർ 1 മെഡിസിൻ ഈമാനാണ്. ഈമാനാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഏത് കാര്യത്തിൽ നമുക്ക് ടെൻഷൻ വന്നാലും അതിൻ്റെ പ്രതിവിധി അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? അതിലെ ഈമാൻ എന്താണ്? ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ആരും ടെൻഷൻ അടിക്കൂലല്ലോ. സന്തോഷം ഉണ്ടാകുമ്പോഴല്ലല്ലോ ടെൻഷൻ. എന്തെങ്കിലും ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിനെ, നമ്മളെ മനസ്സിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴല്ലേ അത് നമ്മൾ ടെൻഷൻ എന്നതിന്റെ മലയാളം എന്താ? ടെൻഷൻ എന്നതിന്റെ മലയാളം എന്താ? മാനസിക സമ്മർദ്ദം എന്നാണ്. മാനസിക സമ്മർദ്ദം എന്നാണ് ടെൻഷൻ എന്നതിന്റെ മലയാളം. അപ്പോൾ നമുക്ക് മാനസികമായ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴാണ് ടെൻഷൻ. ഇപ്പൊ നമുക്ക് കൈക്കൊരു വേദന ഉണ്ട് വിചാരിക്കുക, കൈക്കൊരു വേദന ഉണ്ട്, നല്ല വേദന ഉണ്ട്, അല്ല കാലിനൊരു വേദന ഉണ്ട്, ടെൻഷൻ ഉണ്ടാവൂല. പിന്നെ എപ്പോഴാണ് ടെൻഷൻ വരിക അറിയോ? ഈ വേദനനെ പറ്റി നമ്മളിങ്ങനെ വേദനനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, എന്താ ഇപ്പം എൻ്റെ കൈക്കൊരു കടച്ചിലും വേദനയൊക്കെ, എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ? മനസ്സിലേക്ക് വന്നപ്പോ എന്തായി? ടെൻഷനായി. ഏതൊരു കാര്യം അങ്ങനെയാണ്. അതെന്തുകൊണ്ടെന്നറിയാം? ഈമാൻ എവിടെ? അവിടെയാണ്, മനസ്സിലാണ്. അവിടെ അതില്ലാത്തോണ്ടാണ് കയറുന്നത്. അപ്പൊ എന്താ? ഏതൊരു കാര്യം നമ്മളെ ജീവിതത്തിൽ വന്നാലും അതിലെന്തോ ഒരു ഖൈറ് അള്ളാഹ് വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവണില്ല. എന്തോ ഒരു ഖൈറ് അള്ളാഹു വെച്ചിട്ടുണ്ട് എന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. ടെൻഷൻ തുടങ്ങി. ജീവിതകാലം മുഴുവനും ടെൻഷൻ. ഇപ്പൊ അടുത്ത് നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, 21 വയസ്സ് വരെ ഒരു ബുദ്ധി വളർച്ചയില്ലാത്ത ഭിന്നശേഷിക്കാരനായ കുട്ടിനെ വാപ്പിമ്മി നോക്കിയിട്ട് 21ാമത്തെ വയസ്സിൽ ആ കുട്ടിനെ കൊന്ന്. മറന്നുപോയാ വായിച്ച്? കൊന്ന്. എന്തിനാ കുട്ടിനെ? ഒരു മാനസിക വളർച്ച ഇല്ലാത്ത, ബുദ്ധി വളർച്ച എത്താത്ത ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തേക്കാരം? ആ വീട്ടിലെ ഉമ്മാന്റെ, ആ വീട്ടിലെ വാപ്പാന്റെ, ആ വീട്ടിലെ അവസ്ഥ എന്താണ്? അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. കല്യാണങ്ങളില്ല, സൽക്കാരങ്ങളില്ല, യാത്രകളില്ല. അവര് തളക്കപ്പെട്ടു. അപ്പോ അത് ആലോചിച്ച് ടെൻഷനാണോ? അല്ല. അല്ലാഹു തആല അത്തരം ഒരു കുട്ടിയെ തന്നത് എന്തിനാണെന്നറിയോ?
നിങ്ങളെ ബാക്കി 4 കുട്ടിക്കും നല്ല ബുദ്ധിയുണ്ട്, ഓർമ്മശക്തി ഉണ്ട്. ഒരു കുട്ടിക്കാണ് അങ്ങനെ വന്നത്. ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് സ്വർഗം തരാനാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. ആ കുട്ടി നിങ്ങളെ സ്വർഗത്തിന്റെ താക്കോലാണ്. സ്വർഗമാണ് ആ കുട്ടി. സ്വർഗമാണ്, സ്വർഗം തരാനാ. എന്തിനാ രോഗം തന്നത്? പടച്ചോനെ, എനിക്ക് ഇനിയിപ്പോ ഈ വയസ്സുകാലത്ത് അല്ലെങ്കിൽ ഞാൻ ഇത്ര ചെറുപ്പത്തിലെ അല്ലെങ്കിൽ ആ പ്രായത്തിലെ എനിക്ക് ഈ രോഗം വന്നല്ലോ, ഇനി ഞാൻ രക്ഷപ്പെടൂലല്ലോ. ഇനിയിപ്പോ എത്ര കീമോ ചെയ്താലും എത്ര പറഞ്ഞാലും എൻ്റെ സ്വത്ത് മുഴുവനും നഷ്ടപ്പെടുക എന്നല്ലാതെ ജീവിതത്തിലേക്കൊരു തിരിച്ചു വരവില്ലല്ലോ. മുടിങ്ങനെ കൊഴിഞ്ഞു പോകും, വേദന ഇങ്ങനെ സഹിക്കണം, ഞാനിങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ഞാനണ്ട് മരിച്ചു പോകില്ല റബ്ബേ. ഇനി എനിക്കൊരു ഇത്ര ചെറിയ പ്രായത്തിലെ അല്ലെങ്കിൽ ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു അസുഖം വന്നല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എന്താ ഇതിന്റെ അർത്ഥം? ഇല്ല. മറിച്ച് എന്താ മനസ്സിലാക്കേണ്ടി? എൻ്റെ റബ്ബ് എനിക്ക് തന്ന ഖൈറാണിത്. വരാനിരിക്കുന്ന ലോകത്തെ വേദനകൾ അനുഭവിക്കാതിരിക്കാൻ, സഹിക്കാൻ കഴിയാത്ത മരണത്തിന് ശേഷമുള്ള വേദന സഹിക്കാതിരിക്കാൻ, എൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാൻ എനിക്ക് റബ്ബ് തന്ന അസുഖമാണിത്. ഞാൻ ഓരോ വേദന സഹിക്കുമ്പോഴും, ഇത് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ്, തേർഡ് കഴിഞ്ഞ്, ഫോർത്ത് കഴിഞ്ഞ്, അങ്ങനെ ഞാനിങ്ങനെ മരണത്തിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് വേദന സഹിക്കാൻ കഴിയാതെ കൂടി 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 വരും. ആ ഓരോ വേദനയും എൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെടുക. വേദന കൂടുന്നതിനനുസരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടുക. അപ്പൊ ഞാൻ ശുദ്ധീകരിക്കപ്പെടുകയാണ്, ഞാൻ പരലോകത്ത് കഴിച്ചിലാവും, രക്ഷപ്പെടും. അതിനാണ് എനിക്ക് റബ്ബ് ഈ രോഗം തന്നത് എന്ന ഈമാനുള്ളവന് അതിൻ്റെ പേരിൽ ടെൻഷനൊന്നും ഉണ്ടാവില്ല. അവൻ്റെ മരിക്കണത് വരെ അവൻ്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാവും. എത്ര വേദന സഹിക്കുന്നുണ്ടെങ്കിലും ഒരു തരം ചിരി അവൻ്റെ മുഖത്തുണ്ടാകും, ഒരു സന്തോഷം അവൻ്റെ മുഖത്തുണ്ടാവും. കാരണം എന്താ? അത് ഖൈറാണെന്ന് അവനക്കറിയാം. ഇതിനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ഈമാന് കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് ഞാൻ പറയണത്. അതിങ്ങനെ പഠിച്ചു നോക്കി നിങ്ങൾ. ഈമാൻ കൊണ്ടുള്ള പ്രയോഗം നമുക്ക് പറഞ്ഞു തീർക്കാൻ സമയമില്ല. ഓരോന്നോരോന്ന് നമുക്ക് ഈമാൻ നമുക്ക് നൽകുന്ന നിർഭയത്വം. ഈമാൻ എന്നുള്ള വാക്ക് എന്തെന്നുണ്ടായതാ? ഈമാൻ എന്ന വാക്ക് അമ്ന് എന്ന വാക്ക് എന്നുണ്ടായതാ. എന്താ അമ്ന്? നിർഭയത്വം എന്നാണ്. നിർഭയത്വം, അമ്ന്, അതിനാണ് ഈമാൻ ഉണ്ടായത്. ആ വാക്കുന്നുണ്ടായതാ ഈമാൻ. വല്ലാത്തൊരു സുരക്ഷിത ബോധമായിരിക്കും, വല്ലാത്തൊരു സമാധാനമായിരിക്കും ഈമാൻ ഉണ്ടെങ്കിൽ. ഇത് ഞമ്മക്കില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ചെറിയ കാര്യത്തിന് വരെ അസ്വസ്ഥരാകുകയാണ്. ചെറിയ കാര്യങ്ങൾക്ക് വരെ അസ്വസ്ഥരായി ഉള്ള സമാധാനം പോയി അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടി അറിയോ? നമ്മളെ ഈമാനിന് എന്തോ ഒരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കണം. ഈമാനിന് എന്തോ ഒരു തകരാറുണ്ടെന്ന് മനസ്സിലാക്കണം. യാതൊരു സംശയക്കാര്യത്തിലും വേണ്ട. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈമാൻ നമുക്ക് അത് പ്രയോജനപ്പെടണം. അതാണ് അല്ലാഹ് ചോദിക്കുന്നത്. ഫലൗലാ കാനത്ത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ. എന്താണ് ആ നാടിന് ആ ഈമാൻ പ്രയോജനപ്പെടാത്തത്? എന്തുകൊണ്ട് പ്രയോജനപ്പെടുന്നില്ല? ആ ഈമാനിന്റെ പ്രയോജനങ്ങൾ അവരെന്താ സ്വായത്തമാക്കാത്തത്? ഇതൊരു നാടിനോടുള്ള ചോദ്യമാകുമ്പോൾ എന്താ പറയാ? നാട്ടുകാരോട് മുഴുവനുള്ള ചോദ്യമാണ്. ആ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെ തന്നെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മളോട് എല്ലാവരോടുള്ള ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മളെ ഈമാൻ നമുക്ക് പ്രയോജനപ്പെടാത്തത്? ബാക്കി ഇല്ലാ ഖൗമ യൂനുസ, യൂനുസ് നബിയുടെ സമൂഹത്തിന് ഒഴികെ. ഇനി ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു വരുന്നത് ഇവിടെ കുറെ പ്രവാചകന്മാരെ ചരിത്രങ്ങൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയാണ്, അവിടെ പറഞ്ഞു പോവാണ്. അപ്പം അവിടെയാണ് ആ പ്രവാചകന്മാരുടെ കഥകൾ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയാണ്, ആ നാടിനൊന്നും ഈ പ്രവാചകന്മാർ പറഞ്ഞു കൊടുത്ത ഈമാന് പ്രയോജനപ്പെട്ടില്ല. ഈ പ്രവാചകന്മാരെ നമുക്ക് ഈമാൻ കിട്ടുന്ന വിഷയങ്ങൾ പറഞ്ഞു തന്നത് ആരാ? പ്രവാചകന്മാരാണ് അല്ലെ? അതുകൊണ്ടാണ് ആ പ്രവാചകന്മാർ മുർസലീങ്ങളായത്, റിസാലത്ത് അവർ തന്നത് അല്ലെ? പ്രവാചകന്മാരെ പ്രത്യേകതകൾ അതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുക, അല്ലെങ്കിൽ ജാതിയും തോരണങ്ങളായിട്ട് നടക്കുക, അല്ലെങ്കിൽ മനുഷ്യന്മാർ കെട്ടിണ്ടാക്കിയ മാലും മോലും ഓരോതൊന്നുമല്ല. പ്രവാചകന്മാര് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഇതെവിടെ പറഞ്ഞത്? നിസ്കാരത്തിന്റെ കൂടെ, സക്കാത്തിന്റെ കൂടെ, നോമ്പിന്റെ കൂടെ, ഹജ്ജിന്റെ കൂടെ. ഈ 4 കാര്യം എന്താ? നമ്മളെ പ്രവർത്തനല്ലേ?
നമ്മളെ അമലല്ലേ, അതിന്റെ കൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞത്. അങ്ങനെ ചെയ്യല്, നിസ്കാരം എങ്ങനെ ചെയ്യേണ്ടിന്ന് അറിയാം, സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടിന്ന് അറിയാം, ഉംറ എങ്ങനെ ഹജ്ജ് എങ്ങനെ ചെയ്യേണ്ടിന്ന് അറിയാം, നോമ്പ് എങ്ങനെ നോൽക്കേണ്ടിന്ന് അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എങ്ങനെ ചെയ്യുക, മുഹമ്മദ് റസൂലുള്ളാഹ് എങ്ങനെ ചെയ്യുക. ഇസ്ലാം കാര്യങ്ങളിലല്ല പഠിച്ചു. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം അമലാക്കേണ്ട കാര്യല്ലേ. ഈമാൻ കാര്യങ്ങൾ വേറെ, ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, സക്കാത്ത് കൊടുക്കുക, നോമ്പ് വിൽക്കുക, ഹജ്ജ് ചെയ്യുക, പിന്നെ അതിന്റെ ഏറ്റവും ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെയ്യുക, മുഹമ്മദ് റസൂലുള്ളാഹ് ചെയ്യുക. എന്താ അങ്ങനെ ചെയ്യല്? നിസ്കാരം ചെയ്യലറിയാം, ഇതെങ്ങനെ ചെയ്യല്? അവിടെയാണ് അഷ്ഹദു എന്ന വാക്ക് ആദ്യം കൊടുത്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ കൂടെ ഏത് വാക്കുണ്ട്? അഷ്ഹദു, എന്റെ ജീവിതം സാക്ഷിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ ജീവിതം മുഴുവനും സാക്ഷിയാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്റെ ജീവിതം മുഴുവനും സാക്ഷിയാണ്. അപ്പോഴാണ് ചെയ്യല് വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താ? റസൂലിന് കിട്ടിയ റിസാലത്ത് മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട്, ഇനി എന്റെ വക ഒന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നുള്ളതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മുഹമ്മദ് നബി അള്ളാഹിന്റെ റസൂലാന്നുള്ളത് ഞാൻ അങ്ങനെ സാക്ഷ്യം വഹിക്കേണ്ടി? റിസാലത്ത് അള്ളാഹ് കൊടുത്തതാണ്, ആ റിസാലത്ത് പൂർത്തിയായിട്ടുണ്ട്. 40 വയസ്സ് വരെ നബി റസൂലല്ല. ക്ലിയറാകണ്ട. 40 വയസ്സ് വരെ മുഹമ്മദ് നബി ആരല്ല? റസൂലല്ല. അപ്പൊ 23 കൊല്ലാണ് റസൂല്. ആ 23 കൊല്ലത്തെ റിസാലത്തിന് ഞാൻ സാക്ഷിയാണെന്നാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റിസാലത്ത് പൂർത്തിയായി. ഇനി ഒന്നും കൂട്ടും വേണ്ട, കുറക്കും വേണ്ട, നമ്മളെ വക ഒന്നും ചെയ്യാൻ പാടില്ല. അതിന് എന്റെ ജീവിതം സാക്ഷിയാണ്. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. എന്റെ ജീവിതത്തിൽ ബിദ്അത്ത് ഉണ്ടാകൂല, അതിന് ഞാൻ സാക്ഷിയാണ്. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ബിദ്അത്ത് ചെയ്ത ഓന്റെ ഷഹാദത്ത് കലിമ പൊളിഞ്ഞു, ബിദ്അത്ത് ചെയ്തവന്റെ 2ാം കലിമ പൊളിഞ്ഞു, ഷഹാദത്ത് കലിമ പൊളിഞ്ഞു, അപൂർണമാണ്. മനസ്സിലാകണ്ട ഞാൻ പറഞ്ഞത്? അപ്പൊ പ്രവാചകന്മാര് സമൂഹത്തിന് എന്ത് പഠിപ്പിച്ചു? പ്രവാചകന്മാര് സമൂഹത്തിന് ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ ജനങ്ങൾ അത് വിശ്വസിച്ചില്ല, ഉൾക്കൊണ്ടില്ല, ഒരു തോന്നിയമാതിരി ജീവിച്ചു, അനുസരിക്കാൻ തയ്യാറായില്ല. ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ ചില പ്രശ്നമൊക്കെ ഉണ്ട്. എന്താ? ഷുഐബ് നബിന്റെ സമൂഹത്തിൽ ഈമാൻ പ്രയോജനപ്പെടാതെ പോയത് എന്തുകൊണ്ടാ? ഷുഐബ് നബിന്റെ സമൂഹത്തിന് അവ ശിക്ഷിച്ചില്ലേ? ശിക്ഷ ഇറങ്ങിയില്ലേ? ദുനിയാവിന്ന് കിട്ടിയില്ലേ? ദുനിയാവിലെ ശിക്ഷയല്ലേ നമ്മൾ ഈ പറയണത്. എന്താ കാരണം? ഷുഐബ് നബിന്റെ ജനതക്ക് ഈമാൻ, ഷുഐബ് നബി പറഞ്ഞു കൊടുത്ത ഈമാൻ ഉൾക്കൊണ്ടില്ല. എന്താ കാരണം? അങ്ങനെ ഉൾക്കൊള്ളണ പോലെ കച്ചവടം ശരിയാവൂല. ഓലെ കച്ചവടം, ബിസിനസ് ആകെ ആളെ പറ്റിക്കണ കച്ചവടാണ്. കച്ചവടക്കാര് ആൾക്കാരെ കൊന്ന് ചൂഷണം ചെയ്യാണ്, കൊള്ളക്കച്ചവടം ചെയ്യാണ്, കൊള്ളലാഭം എടുക്കുകയാണ്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് എല്ലാ തട്ടിപ്പും വെട്ടിപ്പും നടത്തുകയാണ്. അപ്പൊ ഷുഐബ് നബി പറഞ്ഞു കൊടുത്ത ഈമാൻ അവർ ഉൾക്കൊണ്ടാൽ, ആ ഈമാൻ അവർക്ക് പ്രയോജനപ്പെട്ടാൽ പഠനമെങ്കിൽ അവരെ കച്ചവടം ശരിയാക്കണം, അല്ലേ? അപ്പൊ ഇപ്പൊ ഇന്നത്തെ കച്ചവടക്കാരെ കച്ചവടം ശരിയാക്കണമെങ്കിൽ ഈമാനുള്ളവന്റെ കച്ചവടം ശരിയാവുള്ളൂ. ഈമാൻ ഇല്ലാത്തവന്റെ കച്ചവടം ശരിയാവൂല. ലൂത്ത് നബിന്റെ ഈമാൻ എന്തി അവർക്ക് പറ്റാതെ പോയത്? അത് പറ്റിയ ഓല തോന്നിയാസം നടക്കൂല. ഓല തോന്നിയാസം നടക്കണമെങ്കിൽ ലൂത്ത് നബിന്റെ ഈമാൻ ഉൾക്കൊണ്ടാൽ അത് പറ്റൂല. ആ തോന്നിയാസറ്റ്. അപ്പൊ അത്തരം തോന്നിയാസം ഇന്നുണ്ട്. അത്തരം തോന്നിയാസത്തിന് ഇന്ന് ഗവൺമെന്റ് വരെ അനുമതി കൊടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇന്ന് അനുഭവിച്ച് ഞാനും പതാക ഉയർത്തിയിട്ടാ വരുന്നത്. എന്നാലും ഇന്നും രാജ്യം അനുമതി കൊടുത്തിട്ടുള്ളത് സ്വവർഗരതിക്ക് നിയമപരമായി അനുവാദമാണ്. അങ്ങനെ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോ ഈമാൻ അവർക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അത് തോന്നിയ ഒഴിവാക്കണ്ടേ? അങ്ങനെ ഓരോ സമൂഹത്തിനും എടുത്തു നോക്കി. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവർക്ക് ഈമാൻ പറഞ്ഞു കൊടുക്കുകയാണ്, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ ക്ഷണിച്ച് അവസാനം ആണ്ട് മടുത്തു. ആർക്ക്? യൂനുസ് നബി കണ്ട് മടുത്തു. ബാക്കി വായിക്കും. അതിന്റെ ബാക്കി കഥകളൊക്കെ നമുക്ക് പിന്നെ പറയാം.
ലമ്മ ആമനു, അങ്ങനെ അതിന്റെ അടിയിൽ കുറച്ച് കഥ ഉണ്ട്. അത് ഞാൻ എവിടെ നിന്ന് കാണിച്ചു തരാം. ഇതിന്റെ അടിയില് അതാണ് തദബ്ബുർ. ഇല്ലാ കൗമ യൂനുസു എന്ന് പറഞ്ഞു, യൂനുസ എന്ന് പറഞ്ഞില്ലേ. ഇതിന്റെ അതിന്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട്. അത് ഇവിടെ അല്ല, വേറെ സൂറത്തിലാണ്, ഞാൻ കാണിച്ചു തരാം. ലമ്മ ആമനു, അങ്ങനെ അതിനടി വേറെ കുറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഇത് ഈ ആയത്ത് പൂർത്തിയാക്കട്ടെ. അങ്ങനെ അവർ ഈമാനിലേക്ക് തിരിച്ചു വന്നപ്പോൾ കശഫ്നാ അൻഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ അപമാനകരമായ ശിക്ഷ അവരിൽ നിന്ന് നാം നീക്കിക്കൊടുത്തു. കശഫ, കശ്ഫ് ചെയ്ത് കൊടുത്തു. ഈമാനിലേക്ക് അവർ തിരിച്ചു വന്നപ്പോ അവരെന്താക്കി? നാം ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ദുനിയാവിലെ ശിക്ഷയിൽ നിന്ന് തിരിച്ച് നമുക്ക് മോചനം കിട്ടാൻ ചിലപ്പോൾ വക്കിലെത്തി നിൽക്കുന്നുണ്ടാവും, ചിലപ്പോൾ വക്കിലെത്തി നിൽക്കുന്നുണ്ടാകും. അതിന്റെ കഴിച്ചിലാകാൻ വേണ്ടത് ഈമാനിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് തന്നെയാണ്. സത്യവിശ്വാസം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. എവിടെയാണോ ഈമാനിൽ കുറവുള്ള ഭാഗം അത് നന്നാക്കുക. ഇപ്പൊ നമ്മളൊക്കെ അവസ്ഥ എന്താ? എല്ലാവർക്കും ഈമാനുണ്ട്, പക്ഷെ ഈമാന് പോണ ചില ഏരിയകളുണ്ട്. ആ ഏരിയ എവിടെ നോക്കിയിട്ടേ നമ്മക്ക് അറിയുള്ളൂ. നമ്മളവിടെ നന്നാക്കിയാൽ മതി. ഈമാൻ നഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന ഭാഗമാവൂല നിങ്ങളത് വേറെയാവും. ഓരോ ഈ ഇരിക്കുന്ന 10-20 ആൾക്കാരത് ഓരോന്നും വേറെ വേറെ ഇക്കാരം. അതാണ് നോക്കി ഒഴിവാക്കിയാൽ മതി. അപ്പൊ അല്ല എന്ത് ചെയ്യും? ദുനിയാവിലെ ശിക്ഷ നീക്കിത്തരും. അവർക്ക് അല്ലാഹു തആല ഒരു നിശ്ചിത കാലം വരെ അവർക്ക് ജീവിത സൗഖ്യം മത്താഇ നൽകുകയും ചെയ്തു. ഇതൊരു കാര്യം കൂടി പഠിക്കണേ. മത്താഇ ഉണ്ടല്ലോ, ജീവിത വിഭവങ്ങള്. ആ ജീവിത വിഭവങ്ങൾ പലപ്പോഴും എന്താവും അറിയോ? ഇല്ലാതെയാക്കലാകും ദുനിയാവിലെ സ്റ്റോപ്പ് ചെയ്യലാവും. ഇവിടെ ഇവർക്ക് ദുനിയാവിലെ ശിക്ഷ ഒഴിവാക്കിയിട്ട് അവർക്കൊരു കാലം വരേക്കുമുള്ള, അതായത് ഓരോരുത്തർക്കും ഓരോ അതിലുണ്ടല്ലോ, ആ കാലം വരേക്കുമുള്ള മത്തായ അല്ലാഹുവിൽ അവർക്ക് ജീവിത വിഭവങ്ങൾ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്തു എന്നാണ്.